നമുക്ക് സുനിഷയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. സുനിഷ, ഇപ്പോൾ രണ്ടാം നിലയിൽ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ രണ്ടാം നില എന്ന് പറയുന്നത് ഈ ഹോള് പോലെയാണോ, അതാണോ ഇങ്ങനെ തീ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ കാരണം? ഹോളാവുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അടുക്കിയിട്ടിട്ടുണ്ടാകും, അതാണോ കാരണം? വെങ്കി, അത് തന്നെയാണ് പരിശോധിക്കുന്നത്. അതായത് ഇവർക്ക് ആർക്കും തന്നെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ പറയുന്നത്, നേരത്തെ TV പ്രസാദ് പറഞ്ഞതുപോലെ എൻജിൻ ഓയിലിൻ്റെ സാന്നിധ്യം, മറ്റ് സ്പെയർ പാർട്സുകളുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഈ മുകളിലത്തെ നിലയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലാണ് തീ പടരുന്നതെങ്കിൽ പോലും മറ്റ് വസ്തുക്കളിലേക്ക് തീ പടരാനുള്ള സാധ്യത അത് ഏറെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുകളിലത്തെ നിലയിലെ തീ പൂർണ്ണമായും അണയ്ക്കുക, അതിനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഷട്ടറുകൾ ഏറെ നേരമായി ഫയർഫോഴ്സ് സംഘം പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ട്, പക്ഷേ ഈ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം, അത് ഈ ഷട്ടറുകൾ പൊളിക്കുന്നത് വീണ്ടും വീണ്ടും മണിക്കൂറുകൾ നീളുന്നു എന്നുള്ളതാണ്. അതിനപ്പുറമായിരുന്നു മറ്റൊരു ചുമര് പൊളിച്ചുകൊണ്ട് അകത്തേക്ക് ഈ അകത്തുള്ള തീ അണക്കാനുള്ള ശ്രമം നടത്തിയത്. പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ ഒരു ഭാഗത്തെ ഷട്ടറുകൾ ഏറെക്കുറെ തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഉടൻ തന്നെ ആ ഷട്ടറുകൾ കുറച്ച് തുറക്കാൻ കഴിഞ്ഞാൽ അകത്തേക്ക് കയറി തീ അണക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ മുകളിലത്തെ നിലയിൽ കാണുന്നത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ആ ഷട്ടറുകൾ പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുശേഷം മാത്രമാണ് പൂർണ്ണമായും അകത്തേക്ക്, നിലവിലിപ്പോൾ നേരത്തെ സാന്ത്വന പറഞ്ഞതുപോലെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് സംഘം വെള്ളം ഇതിലേക്ക്, അതായത് തീ അണക്കാനുള്ള ശ്രമം, മുകളിലത്തെ നിലയിലെ തീ അണക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്നും വെള്ളം നൽകിക്കൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായും എല്ലാ ഭാഗങ്ങളിലേക്കും, ഒരു പക്ഷേ അകത്ത് തീ ആളിപ്പടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അകത്ത് മറ്റിടങ്ങളിലേക്ക് കൂടി, മറ്റ് വസ്തുക്കളിലേക്ക് കൂടി തീ പടരുകയാണെങ്കിൽ അത് കെടുത്താനുള്ളൊരു സാധ്യത ഈ പുറത്തു നിന്നും ഈ വെള്ളം നൽകുമ്പോൾ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കുക എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഷട്ടർ പൊളിച്ചുകൊണ്ട് അകത്ത് കടക്കാനുള്ളൊരു ശ്രമം അത് ഏറെ നേരമായി ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഏറെക്കുറെ ഇപ്പോൾ ഷട്ടറുകൾ പൊളിച്ച് മാറ്റാൻ, ഒരു ഭാഗത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുടൻ തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ ഇപ്പോൾ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ അകത്തേക്ക് കടന്ന ഉടനെ തന്നെ ഈ തീ കൂടി പൂർണ്ണമായും, മുകളിലത്തെ നിലയിലെ തീ കൂടി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് സംഘം തീ അണക്കുന്ന ഒരു പ്രവർത്തനവും തുടരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടത് ഈ ടെറസ് ഭാഗത്ത്, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തും തീ പടരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ തീ കത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതൊക്കെ തന്നെയും ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുന്ന ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. ആ ഭാഗത്തെ തീയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അണക്കാനുള്ള ശ്രമം നടത്തുന്നത്. മുകളിലൊക്കെ തന്നെയും ആസ്പെറ്റോസ് ഷീറ്റ് കാണാം, പൂർണ്ണമായും അത് കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അകത്ത് ഏതെങ്കിലും തരത്തിൽ നിരവധി വസ്തുക്കൾ അകത്തുണ്ട്. ഒരു പക്ഷേ ഈ വേസ്റ്റുകളായി വരുന്ന സാധനങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റവും മുകളിൽ ഒരു പക്ഷേ വെച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ വേസ്റ്റ് വസ്തുക്കളൊക്കെ തന്നെയും ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ തീ ഇനിയും പടരാനുള്ളൊരു സാധ്യത അതേറെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ പുറത്തു നിന്നും ഏറ്റവും മുകളിലെത്തി ടെറസ് മേഖലയിലുള്ള ഈ ഭാഗത്തെ തീ അണക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതേസമയം തന്നെ രണ്ടാം നിലയിലെ തീ അണക്കാനുള്ള ശ്രമം മറ്റൊരു ഭാഗത്തു നിന്നും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറെക്കുറെ എത്രത്തോളം തീ പടർന്നിട്ടുണ്ട്, എത്രത്തോളം ഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ താഴത്തെ നിലയിൽ സ്വാഭാവികമായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മറ്റ് വാഹനങ്ങളൊക്കെ തന്നെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ മുകളിലത്തെ നിലയിൽ ഈ സ്പെയർ പാർട്സുകളൊക്കെ തന്നെയും ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് ശ്രമകരമാണ്, എങ്ങനെയാണ് തീ പടർന്നിരിക്കുന്നത് എന്നതടക്കം അതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൊണ്ട് വേണം ഇനി തീ അണക്കാൻ എന്നുള്ളതാണ് റോഷ്നി, വെങ്കി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.